നാട്ടിൽ മൊത്തം കുറേ റോബോട്ടായി. അപ്പോൾ ഈ റോബോട്ടിനെല്ലാം നമുക്ക് കൊല്ലേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അപ്പം ഈ ഇന്നത്തെ ഗെയിം എന്ന് പറയുമ്പോൾ റോബോട്ടിനെ കൊല്ലുന്ന ഗെയിമാണ്. അപ്പോൾ ഈ റോബോട്ടിനെന്ന് പറയുമ്പോൾ റോബോട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നടന്നിട്ട് വരും. ആ സമയത്ത് നമ്മൾ ബബ്ലിക്കം പോലത്തെ ഒരു സംഭവം പറക്കിരണം. അതായത് ഇങ്ങനെ പറ്റിയാൽ വലിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. അത് നിങ്ങൾക്ക് ഗെയിം കളി കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അങ്ങനത്തെ സാധനം എറിയുക, അതിനെ പിടിച്ചിട്ട് വേറെ ഇടത്തേക്കെങ്കിലും മറ്റേ സ്ഥലം എറിയുക. അപ്പം ഇതിങ്ങനെ സ്പൈഡർമാൻ്റെ വരാണൊക്കെ ആ ഇടുന്ന് തൂങ്ങിയിട്ട് അപ്പുറത്തേക്ക് തെറിച്ചിട്ട് പോയി ചാവും. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാല് പറിച്ചെടുക്കുക, കൈ പറിച്ചെടുക്കുക, തല പറിച്ചെടുത്താൽ ചാവും. അങ്ങനത്തെ ഒരു റോബോട്ടിൻ്റെ ഗെയിമാണ്. അപ്പം കൂടുതൽ കളിക്കും തോറും വെറൈറ്റി സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അവരെ കയ്യിൽ കുറേ തടുക്കാനുള്ള സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ കിഡിലോ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് റോബോട്ടിക് ഗെയിം. അപ്പം ഇങ്ങനെ റോബോട്ടിനെ നമ്മൾ ഇങ്ങനെ പറക്കിയിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ബബിളൊക്കെ കണക്ക് ഇങ്ങനെ വിട്ടിട്ട്, ഞാൻ പറഞ്ഞിട്ടേ നേരത്തെ അതേ സംഭവമാണ്. ഇതിങ്ങനെ ഒരുത്തിൻ്റെ തലയാക്കി കഴിഞ്ഞാൽ തല പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവും. ബാക്കി ഉടലിൽ ഓരോരോ സ്ഥലങ്ങളെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ മെല്ലെ ചാവും. അപ്പം ഇത് ഞാനൊന്ന് സ്പീഡിലൊന്ന് തീർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ എളുപ്പ വഴിയെല്ലാം ഉണ്ട്. കണ്ട മുകളിൽ ആരോ മാർക്കിൻ്റെ സാധനമെല്ലാം ഉണ്ടാവും. അത് വലിച്ച് കഴിഞ്ഞാൽ കണ്ട പെട്ടെന്ന് ചാവും. അപ്പം അങ്ങനെ കൊല്ലേണ്ട കുറേ ടെക്നിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിന് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കണ്ട അവരനങ്ങൂല, കുറേ നേരം നിൽക്കും. നമ്മളെ ടൈം വെറുതെ കളയാന്നേ ഇല്ലയോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്നത്. അപ്പോൾ പിന്നെ വെറുതെ അങ്ങനെ സമയം കളയണ്ടില്ല. ഇത് കണ്ടോ, ഇപ്പം മുകളിലെ സാധനം അത് വലിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സടയെന്ന് പറഞ്ഞിട്ട് ചാവും രണ്ടും. കണ്ടോ, അതിപ്പം തന്നെ വലിച്ചാൽ മതി. ഞാനിപ്പം വെറുതെ ഐറ്റങ്ങളെ മേത്ത് വിട്ടിട്ട് വെറുതെ വലിച്ചു. ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ഇത് നമുക്ക് മറ്റേ ആ കറങ്ങുന്ന സാധനത്തിന് വിടാം. ഇപ്പോൾ ഇവർ വട്ടത്ത് കറങ്ങും. രണ്ടെണ്ണത്തിന് ഒട്ടിച്ചിട്ട് ഒന്നിച്ച് വലിച്ചിട്ട് ഒറ്റ വിടൽ. രണ്ടും ചത്തു. ഇനി ആടുന്ന് ചത്തിട്ടെങ്കിൽ ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വലിച്ചിട്ട് അങ്ങനെ വരച്ചിട്ട് കൊല്ലണ്ട വരും. ഇവർ നമ്മളെ വന്നിട്ട് കൊന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും കണ്ടോ. അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ചത്തിയാണ്. കാരണം അങ്ങനെ കൊല്ലാൻ പറ്റുന്നില്ല നമ്മളെ, അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങനെ കാണിച്ചത്. അപ്പം ഇത് പിടിച്ചിട്ട് വലിച്ചു ടപ്പേ രണ്ടെണ്ണം തീർന്നു. ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ടൂളാണ്. പിന്നെ ഈ ഡ്രോണിനെ വിട്ടിട്ട് ഇവരെ വിട്ട് കഴിഞ്ഞാൽ എടുക്കും. അല്ലെങ്കിൽ ഇവരെ വിട്ടിട്ട് ഡ്രോണിനെ വിട്ട് കഴിഞ്ഞാലും ഇവരെ ഡ്രോൺ കൊണ്ടുപോയിട്ട് കൊന്നിട്ട് താഴേക്കിടും. ഇത് ഇവർ രണ്ടെണ്ണം ചത്ത് കഴിഞ്ഞാലേ അപ്പുറത്തേക്ക് എത്താനോ. അപ്പം അങ്ങനെയുണ്ട്. ഡ്രോണിനെ കൊണ്ട് ഇങ്ങനത്തെ ഉപകാരങ്ങളെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ രണ്ടെണ്ണത്തിന് മൂന്നെണ്ണത്തിന് ഒന്നിച്ച് ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡ്രോണിൻ്റെ ഒന്നിച്ച് വിടാം. കണ്ട ഇപ്പോൾ രണ്ടെണ്ണം വിട്ടു, അവരെ കൊണ്ടുപോയിട്ട് കൊന്നിട്ട് വരും. അതാ കണ്ട പീസായിട്ട് താഴേക്ക് വീണ്. അപ്പം ഈ ചങ്ങായി ഞാൻ ഒട്ടിച്ച് വെച്ചു. ഇനിയിപ്പം ഇവിടെ പറിച്ച് വെച്ച് ഇങ്ങോട്ടാക്കി. അപ്പോഴത്തേക്ക് ഇതെന്തെന്നാണ് ഇത് വലിഞ്ഞ് കിടക്കുന്ന അവിടുന്ന്. അപ്പോൾ നമുക്ക് ഓരോരോ പാർട്സായിട്ട് ഊരിയെടുക്കാം. ഓക്കെ, ഫസ്റ്റ് കൈ പോയി. അടുത്തത് കാല് പോയി. ഇനിയിപ്പോൾ ഇല്ലത് ഒരു കാല് പോയി. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കൈയും. പക്ഷേ ആ കൈയായിട്ട് കിട്ടുന്നില്ല കേട്ടോ, എന്തോ പ്രശ്നമുണ്ട്. അത് പൊട്ടിക്കുമ്പോൾ തലയിൽ പോയി ചത്തു പോന്ന്. അതും കൂടി പൊട്ടിക്കുമ്പോൾ ഒരു കൈ ഒരു കാലാറ്റം ലാസ്റ്റ് വേണം തോന്നുന്നു. അങ്ങനെ എന്തുകൊണ്ട് ഇത് കണ്ട, ഇതാണ് വെപ്പൺസും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് വരുന്ന സാധനം. അതിന് തലക്ക് വിട്ട് കഴിഞ്ഞാൽ ഹെൽമെറ്റ് മാത്രം ഊരിപ്പോവും. ഇത് വലിച്ചു കഴിഞ്ഞാൽ ഈ മുമ്പത്തെ സാധനം പോകും. മറ്റേത് കൈക്ക് വിട്ട് കഴിയുമ്പോൾ ആദ്യം വടി പോവാണ്ട് കൈ പോകുമെന്നുള്ളത് വലിച്ച് നോക്കേണ്ടി വരും. അത് വേറെയാണ്. പിന്നെ ഇത് അതിൻ്റെ വലിയ സാധനം, ഇതിനെ നമ്മൾ കൊല്ലേണ്ടി വരും. അപ്പം ഇത് ഇങ്ങനത്തെ ടാങ്ക് സാധനങ്ങളെല്ലാം ഉണ്ടാവും. നമുക്ക് വെറുതെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ബബിളിക്കം വലിച്ച് വിടുന്ന നമുക്ക് വിട്ട് കഴിഞ്ഞാൽ ഇത് പോകില്ല. ഇനി ഇങ്ങനത്തെ ടാങ്ക് കണക്കത്തെ സാധനങ്ങളെല്ലാം പറക്കി എറിഞ്ഞിട്ട് കൊന്നോളാം. അപ്പം ജയിക്കും. ഓക്കെ, ഇനി ഇത് കണക്കത്തെ സാധനം ഇത് കൂടാണ്ട് സൈഡായിട്ട് നമുക്ക് വീട് കെട്ടേണ്ടതുണ്ട്. ഇതിൽ കിട്ടുന്ന മറ്റേ ഹോൾഡ് ടു ബിൽഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മുട്ടി കണക്കത്തെ സാധനമില്ല. ഇത് ഓരോ കളി കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീട്, ഹോസ്പിറ്റൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം കെട്ടേണ്ടതുണ്ട്. അപ്പോൾ അത് ആ ഹോസ്പിറ്റൽ കെട്ടി കംപ്ലീറ്റ് ആയി. ഇനി ബാക്കിയില്ല ഇത് വെച്ചിട്ട് നമുക്ക് കെട്ടാം. ഇത് എന്തോ വീടാണെന്നാണ് തോന്നുന്നു. പണി കഴിക്കാൻ പറ്റിയിട്ട, കയ്യിൽ പൈസ തീർന്നിട്ട് പണിയുടെ പകുതിക്കായി. ഇത് പറന്നിട്ട് വരുന്ന സാധനമാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ബോംബെറിയും. ഇതിനെ കൊല്ലാൻ എളുപ്പ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എത്തിയപാട് ഇവൻ്റെ വണ്ടി വലിച്ച് പൊട്ടിച്ചോളാം. അല്ലെങ്കിൽ ഇവർ ഇത് എറിയും ബോംബ് എറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അങ്ങോട്ട് വിട്ടു കൊടുക്കുക. അല്ലെങ്കിൽ പൊട്ടിയിട്ട് നമ്മൾ ചത്തുപോകും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.